everyone, welcome back to our channel Indus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നോമ്പ് തുറയ്ക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഭവം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷവർമ ബ്രെഡ് ബോക്സ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ആകെ 2 ഷവർമ ബ്രെഡ് ബോക്സേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇത് മാറ്റി വയ്ക്കണം. എങ്കിലേ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മസാല പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 2-3 ഡ്രോപ്സ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പാത്രം ഒന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറച്ച് ഡിസ്റ്റൻസിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടണം. അതുകൊണ്ട് ഇതുപോലെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു സൈഡ് മൊത്തം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഒരു സൈഡ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചൊന്ന് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫുള്ള് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റോസ്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പാനൊന്ന് അനക്കി നോക്കിയാൽ മതി. എല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു പാകം മതി. നമുക്ക് ഒത്തിരി റോസ്റ്റായിട്ട് കരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം, എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തേക്കുവാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ക്യാബേജും ചേർത്ത് കൊടുക്കാം. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവരൊന്നും ക്യാബേജ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി മയണൈസ് ആണ്. അപ്പം ഞാനിപ്പോൾ ഒരു ഫുൾ എഗ്ഗ് വെച്ചിട്ട് മയണൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. എനിക്ക് വൈറ്റ് മാത്രം വെച്ചുണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഇഷ്ടം ഫുൾ എഗ്ഗിൻ്റെ തന്നെ മയണൈസ് ആണ്. അപ്പോൾ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയണൈസ് ആണ്. കണ്ടല്ലോ, ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്രീമിയാണ്. നമുക്കിനി ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പുളിക്കൊക്കെ വേണ്ടി നമുക്ക് തക്കാളി എന്തായാലും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചേക്കാണ്. അതിനുശേഷം പൊതിഞ്ഞെടുക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആട്ടപ്പൊടി. ഇപ്പം എത്ര നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ അത്ര അളവ് തന്നെ മൈദ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നോർമൽ വാട്ടർ വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുവാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഉള്ളൂ കേട്ടോ. നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി വലിപ്പത്തിൽ ബോളാക്കി എടുക്കുക. ഞാനത് ഈക്വൽ പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ 2 ഷവർമ ബ്രെഡ് ബോക്സേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് പരത്തി എടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാവ് മുക്കി പരത്താൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടിയേക്കാളും കുറച്ചും കൂടി തിന്നായിട്ട് നമുക്ക് കിട്ടുക മൈദപ്പൊടി മുക്കി പരത്തിയെടുക്കുമ്പോഴാണ്. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കണം.
കണ്ടല്ലോ, ഇത്ര ഒരു തിക്നെസ് മതി. നല്ലപോലെ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ മടങ്ങി വരണം, ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ബ്രെഡാണ് കേട്ടോ. ഒരു ഷവർമ ബോക്സിന് 2 ബ്രെഡ്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടും. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ബ്രെഡാണ്. അപ്പം നിങ്ങൾ വലിയ ബ്രെഡ് എടുക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ ഈ ചപ്പാത്തിയുടെ വലിപ്പം കൂട്ടേണ്ടി വരും. ഇതിൻ്റെ ഈ സൈഡിലുള്ള റോസ്റ്റഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ ബ്രെഡ് കുറച്ചും കൂടി കുഞ്ഞായി പോയിട്ടോ. അപ്പോൾ ഈ ഒരു പീസ് നടുക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് റെഡിയാക്കണം. ഈ ഫില്ലിങ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്, കുറച്ച് നേരം ആയാലോ ഇരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, കാരണം എന്നാലും അതിൻ്റെ ഒരു മണവും ഒക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നടുക്കുള്ള ഈ ബ്രെഡിന്റെ ഉള്ളിലേക്ക് ഇത് വച്ചു കൊടുക്കാം. മാക്സിമം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക, സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇത് സെന്ററിൽ തന്നെ വെക്കണം, എന്നാലേ നമുക്കിത് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. വീതി കുറഞ്ഞുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ബ്രെഡ്, അവിടെ നമുക്ക് ഇതുപോലെ ആദ്യം മടക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ലെങ്ത് വൈസ് മടക്കിയെടുക്കാം. മാക്സിമം വലിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പൊ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നോക്കൂ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞി ബോക്സ് ആണ്. ഇപ്പൊ 2 ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് മുക്കി എടുക്കണം ബ്രെഡ് ക്രംസിലൊക്കെ. അപ്പൊ അതിനുവേണ്ടി ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന്റെ വീഡിയോയും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. മുട്ടയിൽ ഇതുപോലെ മുക്കി ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ഇപ്പൊ ഫുള്ള് വന്നിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊതിഞ്ഞെടുക്കണം, ഗ്യാപ്പൊന്നും ഇല്ലാതെ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ ചീനച്ചട്ടി എടുത്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ചെറിയ ചീനച്ചട്ടിയാണ്, അതുപോലെ നല്ല കുഴിയുണ്ട്. പിന്നെ ഞാൻ ഓരോന്ന് വീതമാണ് എപ്പോഴും പൊരിച്ചെടുക്കാറ്. അപ്പോൾ ഒത്തിരി എണ്ണ വേസ്റ്റ് ആവില്ല. ഒരു വട്ടം യൂസ് ചെയ്യുന്ന എണ്ണ പിന്നീട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പം കെമിക്കൽസ്, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ തണുത്തിട്ടുള്ള എണ്ണ വീണ്ടും തിളപ്പിക്കുമ്പോൾ. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ കൂട്ടി നമ്മുടെ യമ്മി ആയിട്ടുള്ള ബ്രെഡ് ബോക്സ് കഴിക്കാനായിട്ട് പറ്റും. കാണാനും നല്ല ക്യൂട്ടാണ്. കട്ട് ചെയ്താലും ഉള്ളിൽ നമ്മുടെ മയണൈസ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല യമ്മി ആയിട്ടിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ഷവർമ ബ്രെഡ് ബോക്സ് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രെഡും എല്ലാം കൂടി വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇനി അടിപൊളിയായിട്ടൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye bye, take care.